2024 ഓഗസ്റ്റ് മാസത്തിൽ നടന്ന പ്രധാനപ്പെട്ട 4 നിയമനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് പറയുന്നത്. അതുകൂടാതെ പാരാഒളിമ്പിക്സും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളവുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ 2024 ഓഗസ്റ്റ് മാസത്തിലെ ഇന്ത്യൻ റെയിൽവേ ബോർഡ് CEO ആൻഡ് ചെയർമാനായി നിയമിതനായ വ്യക്തി ആര് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. സതീഷ് കുമാറാണ്. അപ്പോൾ സതീഷ് കുമാറാണ് 2024 ഓഗസ്റ്റ് മാസത്തിൽ ഇന്ത്യൻ റെയിൽവേ ബോർഡ് CEO ആൻഡ് ചെയർമാനായിട്ട് നിയമിതനായ വ്യക്തി. അതേപോലെ രണ്ടാമത്തെ നിയമനം എന്ന് പറയുന്നത് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് ഡയറക്ടർ ജനറലിന്റെ നിയമനമാണ്. അപ്പോൾ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് അഥവാ NSGയുടെ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായ വ്യക്തി എന്ന് പറയുന്നത് ബി ശ്രീനിവാസനാണ്. അപ്പോൾ ബി ശ്രീനിവാസനാണ് NSGയുടെ പുതിയ ഡയറക്ടർ ജനറൽ. അതേപോലെ അടുത്ത നിയമനം എന്ന് പറയുന്നത് BSFന്റെ ഡയറക്ടർ ജനറലാണ്. BSF എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അഥവാ BSF എന്നറിയപ്പെടുന്ന എന്നതിൻ്റെ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായ ദൽജിത് സിംഗ് ചൗധരിയാണ്. അപ്പോൾ ദൽജിത് സിംഗ് ചൗധരിയാണ് BSFന്റെ പുതിയ ഡയറക്ടർ ജനറൽ. അതുപോലെ അടുത്തതെന്ന് പറയുന്നത് CISF ആണ്, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ പുതിയ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായ വ്യക്തി രാജ്വീന്ദർ സിംഗ് ഭട്ടിയാണ്. അപ്പോൾ രാജ്വീന്ദർ സിംഗ് ഭട്ടിയാണ് CISFന്റെ പുതിയ ഡയറക്ടർ ജനറൽ. അപ്പോൾ ആരൊക്കെയാണെന്ന് ഒരിക്കൽ കൂടി നോക്കാം. അതായത് നാഷണൽ സെക്യൂരിറ്റി ഫോഴ്സ് NSGയുടെ പുതിയ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് ബി ശ്രീനിവാസനും, BSFന്റെ പുതിയ ഡയറക്ടർ ജനറൽ ദൽജിത് സിംഗ് ചൗധരിയും, CISFന്റെ പുതിയ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായത് രാജ്വീന്ദർ സിംഗ് ഭട്ടിയും, ഇന്ത്യൻ റെയിൽവേ ബോർഡ് CEO ആൻഡ് ചെയർമാനായി നിയമിതനായത് സതീഷ് കുമാറുമാണ്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. രാജ്യത്തെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് എവിടെയാണ് നിലവിൽ വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് നിലവിൽ വരുന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ്. അപ്പോൾ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് രാജ്യത്ത് തന്നെ, അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് നിലവിൽ വരുന്നത്. അടുത്ത ചോദ്യം, 2024 ഒളിമ്പിക്സിൽ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയ താരക്കെ, അതായത് ഏതൊക്കെ താരങ്ങളാണ് 2024 പാരാ ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയ താരങ്ങൾ? സുമിത് ആന്റിലും ഭാഗ്യശ്രീ ജാദവുമാണ് 2024 പാരാ ഒളിമ്പിക്സ് ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത്. ഇതിൽ സുമിത് ആന്റിൽ പങ്കെടുക്കുന്നത് ജാവലിൻ ത്രോ വിഭാഗത്തിലാണ്. അപ്പോൾ ജാവലിൻ ത്രോ വിഭാഗത്തിൽ പങ്കെടുക്കുന്ന സുമിത് ആന്റിലാണ് 2024 പാരാ ഒളിമ്പിക്സിലെ ഉദ്ഘാടന ചടങ്ങിൽ പതാക ഏന്തിയ ഒരു താരം. രണ്ടാമത്തെ താരം ഷോട്ട് പുട്ട് താരമായ ഭാഗ്യശ്രീ ജാദവുമാണ്. അപ്പോൾ 2024 പാരാ ഒളിമ്പിക്സ് ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയ താരങ്ങൾ ആരൊക്കെ എന്ന് ചോദിച്ചാൽ സുമിത് ആന്റിലും ഭാഗ്യശ്രീ ജാദവുമാണ്. സുമിത് ആന്റിൽ പങ്കെടുക്കുന്നത് ജാവലിൻ ത്രോ വിഭാഗത്തിലും ഭാഗ്യശ്രീ ജാദവ് പങ്കെടുക്കുന്നത് ഷോട്ട് പുട്ട് വിഭാഗത്തിലുമാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഈ ചോദ്യങ്ങൾ ഒന്നുകൂടി പറയുകയാണ്. റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം കേൾക്കുക, അല്ലാത്തവർ സ്കിപ്പ് ചെയ്യുക. 2024 ഓഗസ്റ്റിൽ ഇന്ത്യൻ റെയിൽവേ ബോർഡിന്റെ CEO ആൻഡ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സതീഷ് കുമാർ. അതേപോലെ രാജ്യത്തെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് നിലവിൽ വരുന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ്. അതേപോലെ 2024 ഒളിമ്പിക്സ് പാരാ ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് സുജിത് ആന്റിൽ ഭാഗ്യശ്രീ ജാദവുമാണ്. 2024 നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് അഥവാ NSGയുടെ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായത് ബി ശ്രീനിവാസനും, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അഥവാ BSFന്റെ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായത് ദൽജിത് സിംഗ് ചൗധരിയും, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ അഥവാ CISFന്റെ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായ വ്യക്തി രാജ്വീന്ദർ സിംഗ് ഭട്ടിയുമാണ്.